നമസ്കാരം. നിശ്ചലതയിലല്ലാതെ ചലനം സാധ്യമാണോ? എത്ര വലിയ ഫിസിസിസ്റ്റായാലും നിശ്ചലതയിൽ മാത്രമേ ചലനം സാധിക്കൂ എന്ന് ഉറപ്പായി പറയും. ഇപ്പം നമ്മൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന മുഴുവൻ ഒബ്ജക്ട്സും, വസ്തുക്കളും, ജീവികളും, ആനയായാലും അമീബയായാലും സൂര്യൻ, ചന്ദ്രൻ, ഭൂമി ഉൾപ്പെടെയുള്ള എല്ലാ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും എല്ലാം ചലനമാണ്. അത് നിരന്തര മാറ്റങ്ങളാൽ നിർമ്മിതമായ അവയെല്ലാം നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുക, വൈബ്രേറ്റ് ചെയ്തിരിക്കുക. നല്ല ഭംഗിയായിരിക്കും. ഇതൊക്കെ വൈബ്രേഷൻ നമ്മൾക്ക് കാണുകയാണെങ്കിൽ എന്ത് മനോഹരമായിരിക്കും ഈ പ്രപഞ്ചം അല്ലേ? ചലനാത്മകമായ ഒരു പ്രപഞ്ചം. എൻ്റെ മുന്നിലിരിക്കുന്ന മേശയൊക്കെ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുകയാണ്. അത് നമ്മൾക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ നമ്മളിതെല്ലാം ജീവികളാണെന്ന് പറയും. അതായത് സ്ഥൂല ചലനം മാത്രമേ നമ്മൾക്ക് കാണാൻ സാധിക്കൂ, സൂക്ഷ്മ ചലനം നമ്മൾക്ക് ഒരിക്കലും കാണാൻ സാധിക്കില്ല. ഒരു ട്രെയിൻ പോകുന്നത് നമ്മൾക്ക് അറിയാം. കാരണം അവിടെ യഥാർത്ഥ ചലനമല്ല. നമ്മൾ അറിയുന്നത് എന്താണ്? ചലിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയിലെ ഒരു ചലനം. അത് യഥാർത്ഥ ചലനമല്ല, അത് റിലേറ്റീവ്, ആപേക്ഷിക ചലനമാണ്. യഥാർത്ഥ ചലനം എന്താണ്? നിശ്ചലതയിലെ ചലനം മാത്രമേ യഥാർത്ഥ ചലനമാവൂ. അപ്പോൾ ഭൂമി ചലിക്കുന്ന നിശ്ചലത ഏതാണ്? അതാണ് നമുക്കറിയേണ്ടത്. ഭൂമി ഏത് നിശ്ചലതയിൽ ചലിക്കുന്നു? ഭൂമി ചലിക്കുന്നു, ശരി തന്നെ. സ്പേസിൽ പോയാൽ നമുക്കത് കാണാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞാൽ അത് വേക്കോത്തിലല്ല. വേക്കോ എന്ന് പറഞ്ഞാൽ നിരവധി കണ്ടന്റ് ഉണ്ട്, അതിൽ നിരവധി ആറ്റങ്ങളുണ്ട്. വേക്കോം എന്ന് പറയുന്ന ഒന്നില്ല ശരിക്കും. ശൂന്യതയിൽ ചലിക്കാൻ കഴിയില്ല, നിശ്ചലതയിൽ മാത്രമേ ചലിക്കാൻ കഴിയൂ. അപ്പോൾ ഈ പ്രപഞ്ചത്തിലാകമാനം തിങ്ങി വിങ്ങി നിറഞ്ഞു നിൽക്കുന്ന അഖണ്ഡിതമായ, വേർപെടാൻ പറ്റാത്ത ഒരു നിശ്ചലത തങ്ങി നിൽക്കുന്നു. അതാണ് പ്രപഞ്ചത്തിലുള്ള, ഗാലക്സിയിലുള്ള മുഴുവൻ സാധനങ്ങളെയും ഹോൾഡ് ചെയ്യുന്ന ആ നിശ്ചലതയാണ്. ആ നിശ്ചലതയിലാണ് ഭൂമി കോർക്കപ്പെട്ടിരിക്കുകയാണെന്ന് പറയും. അതുപോലെ എല്ലാ ജീവികളും അതിൽ കോർക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കോർക്കപ്പെട്ടിരിക്കുന്ന വസ്തുക്കൾക്ക് ആ നിശ്ചലത ഗ്രാഹ്യമല്ല. നമ്മൾക്ക് അഗ്രാഹ്യമായ നിരവധി സംഗതികൾ ഈ പ്രപഞ്ചത്തിലാകമാനം വിങ്ങി നിറഞ്ഞ് ഉണ്ട്. അതാണ് വേദാന്തം പറയുന്നത്. അപ്പോൾ വേദാന്തത്തിൽ പറയുന്നത് ചലനം യാഥാർത്ഥ്യമല്ല, ചലനം മിഥ്യയാണ്. നിശ്ചലതയിൽ നിന്ന് മാത്രമേ ചലനം ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ആ നിശ്ചലത നമ്മൾക്ക് ഗ്രാഹ്യമല്ല, വളരെ കൃത്യമായി പറയും. നമുക്ക് ചിന്തിക്കാനോ ഒന്നും സാധ്യമല്ല. പക്ഷെ ശാസ്ത്രം പറയുന്നത് എന്താണ്? ഈ കാണുന്ന നിശ്ചലതയാണ് യാഥാർത്ഥ്യം. ഈ കാണുന്ന ചലനമാണ് യാഥാർത്ഥ്യം. നിശ്ചലത ഇല്ല. നിശ്ചലത കണ്ടെത്താൻ കഴിയില്ല, ശാസ്ത്രത്തിന് ഒരിക്കലും കണ്ടെത്താൻ കഴിയില്ല, നമ്മൾക്ക് അനുഭവിച്ചറിയാൻ കഴിയില്ല. അതുകൊണ്ട് ഇതില്ല എന്ന് പറഞ്ഞ് ചലനം മാത്രമാണ് യാഥാർത്ഥ്യം എന്ന രീതിയിലാണ് ശാസ്ത്രം മുന്നോട്ട് പോകുന്നത്. പക്ഷെ വേദാന്തം പറയുന്ന നിശ്ചലതയിലല്ലാതെ ഒരു ചലനവും ഒരിക്കലും സാധ്യമല്ല. അതാണ് റിയാലിറ്റി. അതാണ്. ഓക്കെ, താങ്ക് യു.